ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 263 വാല്യം 6. നസ്രസിൽ കറിയോത്തുകാരൻ യൂദ ഒരു ദിവസം ചെലവഴിക്കുന്നത്. ആധ്യാത്മിക ഉന്നമനത്തിന് ഏറ്റവും യോജിച്ചതാണ് നസ്രസിലെ ഭവനം. അവിടെ സമാധാനവും മൗനവും ചിട്ടയുമുണ്ട്. വിശുദ്ധി ആ വീട്ടിലെ കല്ലുകളിൽ നിന്നും അടുക്കളത്തോട്ടത്തിലെ വൃക്ഷങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ തോന്നിക്കുന്നു. അഥവാ ആ വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ രൂപം കൊണ്ടിരിക്കുന്ന സ്വർഗീയമായ പ്രശാന്തതയാകുന്ന താഴികക്കുടത്തിൽ നിന്നും ഒഴുകി വരികയാണോ പോലും. വാസ്തവത്തിൽ അത് വരുന്നത് അതിൽ വസിക്കുന്ന പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അവൾ ഒരു വധുവായി ആ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആശ്വാസവും വാത്സല്യവും തുളുമ്പുന്ന പുഞ്ചിരിയോടെ, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലാത്ത യുവത്വത്തിന്റെ ചുറുചുറുക്കോടെയുള്ള എന്നാൽ നിശബ്ദമായ അവളുടെ നടപ്പ് വിസ്മയകരമാണ്. ഇന്ന് ഉദയസൂര്യൻ ആ വീടിന്റെ വലതുഭാഗത്ത് പ്രകാശിക്കുന്നു. കുന്നിന്റെ മുകളിലുള്ള വൃക്ഷങ്ങളുടെ മുകൾ ഭാഗത്ത് മാത്രമേ പ്രകാശം തട്ടുന്നുള്ളൂ. മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ മട്ടുപ്പാവിന്റെ ഭാഗത്ത് നിർത്തിയിരിക്കുന്ന ആ വലിയ ഒലിവ് വൃക്ഷങ്ങൾ യോവാക്കിമിന്റെ തോട്ടത്തിൽ അവശേഷിച്ചിരിക്കുന്നവയാണ്. ഒരിക്കൽ ആ ഒലിവ് തോട്ടത്തിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങ് അകലെയുള്ള വയൽ വരെ അവ നിരനിരയായി നിന്നിരുന്നതാണ്. വയലിനോട് ചേരുന്ന ഭാഗം മേച്ചിൽ സ്ഥലവുമായിരുന്നു. എന്നാൽ ഓരോ കാരണങ്ങളാൽ മുറിഞ്ഞു ചെറുതായ പുരയിടത്തിൽ ഇപ്പോൾ വളരെ കുറച്ച് വൃക്ഷങ്ങൾ മാത്രമേയുള്ളൂ. അവയ്ക്ക് സമീപേ നിൽക്കുന്ന ബദാമിന്റെയും ആപ്പിൾ മരങ്ങളുടെയും അഗ്രം സൂര്യപ്രകാശത്തിൽ ശോഭിക്കുന്നു. ശാഖകൾ വിരിച്ചു നിൽക്കുന്ന അവ തോട്ടത്തിന് തണലേകുന്നു. ഒരു മാതള നാരകവും അത്തിവൃക്ഷവും വീടിനോട് അടുത്തുണ്ട്. ദീർഘചതുരാകൃതിയിൽ എടുത്തിരിക്കുന്ന തടങ്ങളിൽ സസ്യങ്ങളും പൂച്ചെടികളും ധാരാളമുണ്ട്. ചെറുവേലികൾക്ക് മീതെ മുന്തിരിപ്പന്തൽ, അവയിൽ ധാരാളം മുന്തിരിക്കുലകളുമുണ്ട്. സ്വർണത്തുള്ളികൾ പോലെയുള്ള തേനീച്ചകൾ മൂളിക്കൊണ്ട് തേൻ അന്വേഷിച്ച് പാറിപ്പറക്കുന്നു. ഹണിസക്കിൽ തളിരിലും മണിയുടെ ആകൃതിയിൽ കുലകുലയായി നിൽക്കുന്ന പൂക്കളിലും ചെറുവേലിയുണ്ടാക്കിയിരിക്കുന്നത് ആ ചെടി കൊണ്ടാണ്. അതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. രാത്രിയിൽ വിടരുന്നതും നല്ല ഗന്ധവുമുള്ളതായ പൂക്കളാണവ. അവ കൂമ്പാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് തേനീച്ചകൾ തിരക്കിട്ട് തേൻ ശേഖരിക്കുകയാണ്. മേരി പ്രാവിൻകൂട്ടിന് സമീപത്ത് നിന്ന് അരുവിയുടെ ഭാഗത്തേക്കും അവിടുന്ന് വീട്ടിലേക്കും ഓരോ ജോലികൾ ചെയ്ത് നടക്കുന്നു. അതിനിടയ്ക്ക് പൂക്കളും പ്രാക്കളും അവളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നുണ്ട്. കറിയോത്തുകാരൻ യൂദ തിരിച്ചു വന്നു. ചെടികളും തളിരുകളും ചുമന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അമ്മേ, നമസ്കാരം. എനിക്കാവശ്യമുള്ളതെല്ലാം അവർ തന്നു. ഇവയ്ക്ക് കേടൊന്നും വരാതിരിക്കാൻ ഞാൻ ഓടുകയായിരുന്നു. ഹണിസക്കിൽ ചുവട് പിടിച്ചതുപോലെ ഇതുമെല്ലാം പിടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത വർഷം ഈ കൊച്ചു പൂന്തോട്ടം ഒരു പൂക്കൊട്ട പോലെയായിരിക്കും. അങ്ങനെ പാവം യൂദാസിനെയും അവൻ്റെ ഇവിടുത്തെ ജീവിതത്തെയും നീ ഓർക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ചെടികൾ പുറത്തിറക്കുന്നു. വേരുള്ള ചെടികളെല്ലാം വേര് മണ്ണിൽ പൊതിഞ്ഞ് നനവുള്ള ഇലകൾ പൊതിഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബാഗിൽ നിന്ന് ചെടിയുടെ തളിർപ്പുകളും എടുത്ത് പുറത്തു വയ്ക്കുന്നു. യൂദാസെ, നിനക്ക് നന്ദി, തീർച്ചയായും വളരെ നന്ദി. ഗ്രോട്ടോയ്ക്ക് സമീപേ ആ ഹണിസക്കിൽ കാണുമ്പോൾ എനിക്കുള്ള ആനന്ദം എത്ര അധികമാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ പുരയിടത്തിൻ്റെ അങ്ങേയറ്റത്ത്, അന്ന് അതെല്ലാം ഞങ്ങളുടേതായിരുന്നു, ഇതിലും മനോഹരമായ ഒരു ഗ്രോട്ടോയും ഉണ്ടായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗത്ത് ഐവിയും ഹണിസൈക്കിളും പടർന്ന് മനോഹരമായ ലില്ലിപ്പൂക്കൾ. ഗ്രോട്ടോയുടെ ഉൾഭാഗം മുഴുവൻ മെയ്ഡൻ ഹെയർ നിരന്നു നിന്ന് ആകെ പച്ച നിറവുമാക്കിയിരുന്നു. കാരണം അതിനുള്ളിൽ ഒരു അരുവിയും ഉണ്ടായിരുന്നു. ഞാൻ ദേവാലയത്തിലായിരുന്നപ്പോൾ പലപ്പോഴും ഗ്രോട്ടോയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തിൻ്റെ വിരിക്ക് മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കൂടുതൽ ദൈവാനുഭവം എനിക്കുണ്ടായിട്ടില്ല.
ആ ഗ്രോട്ടോയിൽ വച്ച് എൻ്റെ ആത്മാവ് കർത്താവിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരുന്നു. എൻ്റെ ജോസഫ് ഇത് ഈ അരുവിയോട് ചേർന്ന് ഉണ്ടാക്കി തന്നു. അതിൻ്റെ ഉപയോഗം ഓർത്തല്ല, മറ്റേ ഗ്രോട്ടോ പോലെയാക്കി സന്തോഷിപ്പിക്കാനായിരുന്നു. ജോസഫ് നല്ലവനായിരുന്നു. ചെറിയ കാര്യത്തിൽ പോലും എപ്പോഴും എന്നോട് പരിഗണന കാണിച്ചിട്ടുണ്ട്. ഒരു ഹണിസക്കിളും ഐവിയും ഇവിടെ നട്ടു. ഐവി ഇപ്പോഴുമുണ്ട്. ഹണിസൈക്കിൾ ഞങ്ങളുടെ പ്രവാസകാലത്ത് ഉണങ്ങിപ്പോയി. തിരിച്ചു വന്ന ശേഷം വീണ്ടും നട്ടു. എന്നാൽ 3 വർഷം മുമ്പ് അത് ഉണങ്ങി. നീ ഇപ്പോൾ അത് വീണ്ടും നട്ടിരിക്കുന്നു. അത് ചൂട് പിടിക്കുകയും ചെയ്തു. നോക്കൂ, നീ ഒരു സമർത്ഥനായ തോട്ടക്കാരനാണ്. അതെ, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചെടികളോട് വലിയ ഇഷ്ടമായിരുന്നു. എങ്ങനെ അവ നട്ടുപിടിപ്പിക്കാമെന്നും മറ്റും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. അമ്മേ, അങ്ങയുടെ കൂടെ ആയിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഞാൻ ഒരു കൊച്ചുകുട്ടിയായതുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ പഴയ കഴിവ് ഞാൻ വീണ്ടെടുത്തു. നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ അത് ചെയ്യുന്നു. നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നല്ലോ. ആ ചെടികളെല്ലാം എടുത്ത് അനുയോജ്യമായ സ്ഥലത്ത് നല്ല കൈവിരുതോടെ നട്ടുകൊണ്ട് യൂദാസ് മറുപടി പറയുന്നു. നിശാഗന്ധിയുടെ വേലിക്കടുത്ത് എന്തിൻ്റെയോ വേര് നടന്നു. അത് വയലിലെ ലില്ലിയോ അതോ വേറെ വല്ല ചെടിയുമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവിടത്തേക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് അതിൻ്റെ മീതെ ഇട്ട് അമർത്തുന്നു. കൂടുതൽ സൂര്യപ്രകാശം അതിന് വേണ്ട. ഏലിയാസിൻ്റെ ഭൃത്യന് അതെനിക്ക് തരാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് അതെനിക്ക് തന്നത്. ജോസഫിന് ആ ഇന്ത്യൻ മുല്ല കൊടുക്കാൻ അവർക്കിഷ്ടമില്ലായിരുന്നു. എന്നാൽ അതെനിക്ക് കിട്ടാനായി ജോസഫ് പ്രതിഫലം വാങ്ങാതെ അവർക്ക് കുറേ പണികൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അത് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു. അത് നന്നായി വളരുന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിന് നല്ലപോലെ വെള്ളമൊഴിക്കാം. അത് നന്നായി വരും. അവൻ അതിന് വെള്ളമൊഴിച്ചതിന് ശേഷം അരുവിയിൽ കൈ കഴുകുന്നു. മേരി അവനെ നോക്കുന്നു. ഈശോയിൽ നിന്ന് വളരെ വ്യത്യസ്തൻ. ചില കൊടുങ്കാറ്റിൻ്റെ സമയത്തെ യൂദാസ് അല്ല. മേരി അവനെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് ഒരു കൈ അവൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് കരുണാപൂർവ്വം ചോദിക്കുന്നു, നിനക്കിപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? യൂദാസെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ ആത്മാവിൻ്റെ കാര്യമാണ്. ഓ അമ്മേ, നന്നായി തോന്നുന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമാണ്. നിനക്ക് അത് കാണാമല്ലോ. എളിയ കാര്യങ്ങളിലും നിന്നോട് കൂടി ആയിരിക്കുന്നതിൽ സന്തോഷവും ആനന്ദവും ഞാൻ കണ്ടെത്തുന്നു. ഈ സമാധാനം, ഈ ശാന്തത ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇവിടെ ലോകം ഈ ഭവനത്തിൽ നിന്ന് എത്ര വിഭിന്നമാണ്. യൂദാസ് ആ തോട്ടത്തിലേക്കും ചെടികളിലേക്കും ആ ചെറുഭവനത്തിലേക്കും നോക്കുന്നു. പിന്നീട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എന്നാൽ ഞാൻ ഇവിടെ നിന്നാൽ ഒരിക്കലും ഒരു അപ്പസ്തോലനാകുകയില്ല. എനിക്ക് ഒരു അപ്പസ്തോലനായി തീരണം. എന്നാൽ നീ എന്നെ വിശ്വസിക്കൂ. നീതിമാനായ ഒരു വിശ്വാസിയായിരിക്കുന്നതാണ് നീതിയില്ലാത്ത ഒരു അപ്പസ്തോലനായിരിക്കുന്നതിലും നല്ലത്. ലോകവുമായുള്ള ബന്ധം നിന്നെ മനഃചാഞ്ചല്യം ഉള്ളവനാക്കുന്നെങ്കിൽ ഒരു അപ്പസ്തോലനുള്ള സ്തുതികളും ബഹുമതികളും നിനക്ക് ഉപദ്രവകരമെന്ന് നീ മനസ്സിലാക്കുന്നെങ്കിൽ യൂദാസെ, നീ അത് ഉപേക്ഷിക്കുക. നിന്റെ ഈശോയുടെ ഒരു സാധാരണ വിശ്വാസിയായിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പാപിയായ അപ്പസ്തോലനേക്കാൾ നല്ലത് പരിശുദ്ധനായ ഒരു വിശ്വാസിയായിരിക്കുന്നതാണ്. വിഷാദമഗ്നനായി യൂദാസ് തലകുനിക്കുന്നു. അവനെ ധ്യാനിക്കുന്നതിന് വിട്ടിട്ട് മേരി തൻ്റെ വീട്ടുജോലികളിൽ വ്യാപൃതയായി. യൂദാസ് അനങ്ങാതെ കുറേ നേരം നിന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. പിന്നീട് കൈകെട്ടി തലകുനിച്ച് ചിന്തയിൽ മുഴുകി. അല്പം കഴിഞ്ഞ് ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവൻ്റെ ആത്മഗതം അവ്യക്തമാണെങ്കിലും ആംഗ്യങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നു ആശയപരമായ ഏറ്റുമുട്ടലുകൾ ഉള്ളിൽ നടക്കുന്നു എന്ന്. അഭ്യർത്ഥിക്കുന്നത് പോലെ, അത് നിരാകരിക്കുന്നത് പോലെ, അനുകമ്പ കാണിക്കുന്നത് പോലെ, ശപിക്കുന്നത് പോലെ എല്ലാം കാണപ്പെടുന്നു. വളരെ ജിജ്ഞാസയുള്ള മുഖഭാവം.
ഭയവും വ്യക്തമാണ്. വഴിയുടെ മധ്യത്തിൽ അയാൾ പെട്ടെന്ന് നിന്നു. മുഖഭാവം പൈശാചികം. മേരിയുടെ കണ്ണുകളിൽ നിന്ന് മറയുന്നതിനായി ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കുന്നിലേക്കോടി. കയ്യിൽ മുഖം താഴ്ത്തിവെച്ച് ശാന്തനാകുന്നതുവരെ കരയുകയാണ്. ആകെ ആശയക്കുഴപ്പത്തിലായതുപോലെയുണ്ട്. പിന്നീട് ഒരു ഒലിവ് മരത്തിൽ ചാരിയിരിക്കുന്നു. അസ്തമയ സമയം ഏകദേശം ആയിട്ടുണ്ട്. പകൽ സമയത്തെ ഉഗ്രമായ ചൂട് നിമിത്തം അടച്ചിട്ടിരുന്ന വാതിലുകൾ നസ്രസിലെ വീട്ടുകാർ തുറക്കുന്നു. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എല്ലാവരും തണുത്ത വായു തേടി അടുക്കളത്തോട്ടങ്ങളിലേക്കും വെള്ളമെടുക്കുന്ന അരുവിയുടെ അടുക്കിലേക്കും പോകുകയാണ്. കളിയും ചിരിയും വർത്തമാനവും, പരസ്പരം ഉച്ചത്തിൽ അഭിവാദനം, തമാശകൾ പറഞ്ഞിട്ടുള്ള പൊട്ടിച്ചിരി ഇവ കേൾക്കാം. യൂദാസ് ചെമ്പുപാത്രങ്ങളുമായി വെള്ളം കോരുവാൻ അരുവിയിലേക്ക് പോയി. എല്ലാവരും അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ദേവാലയത്തിലെ ശിഷ്യൻ എന്ന പരിഹാസ പേരിലാണ് നസ്രസിൽ അയാൾ അറിയപ്പെടുന്നത്. അയാൾക്ക് അത് മാധുര്യമേറിയ സംഗീതം പോലെ ഇമ്പകരമാണ്. അല്പം ഗൗരവത്തോടും ഗർവോടും കൂടെ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് യൂദാസ് നടന്നു നീങ്ങുന്നത്. നീ മേരിക്ക് ഒരു സഹായമാണ്, നീളമുള്ള താടിമീശക്കാരൻ ഒരുവൻ അയാളോട് പറയുന്നു. അവൾ അതർഹിക്കുന്നുണ്ട്. അവൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ഒരു വലിയ സ്ത്രീയാണ്. അപ്രകാരം ഒരു വ്യക്തി ഇവിടെയുള്ളത് നിങ്ങളുടെ ഭാഗ്യം തന്നെ. നസ്രസിലെ ആ സ്ത്രീയെപ്പറ്റിയുള്ള സ്തുതി ആളുകൾക്ക് സന്തോഷം നൽകുന്നു. അതിനാൽ യൂദാസ് പറഞ്ഞ വാക്കുകൾ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. യൂദാസ് നീർച്ചാലിനടുത്ത് ചെന്ന് അവൻ്റെ ഊഴം കാത്തു നിൽക്കുകയാണ്. അവൻ കുറെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ വെള്ളം നിറച്ച പാത്രങ്ങൾ ചുമന്നുകൊണ്ട് ചെന്ന് കൊടുക്കുകയും കൈക്കുഞ്ഞുങ്ങളെ ഒക്കത്ത് വച്ചിരിക്കുന്ന 2 സ്ത്രീകൾക്ക് വെള്ളം കോരി കൊടുക്കുകയും ചെയ്യുന്നു. അവർ ശിരോവസ്ത്രം വലിച്ചിട്ടുകൊണ്ട് പതുക്കെ പറയുന്നു, ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ. അയൽക്കാരെ സ്നേഹിക്കുക എന്നതാണ് ഈശോയുടെ ഒരു സ്നേഹിതന്റെ പ്രധാന കടമ. തലകുനിച്ച് കറിയോത്ത മറുപടി പറയുന്നു. പിന്നീട് അവൻ്റെ പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ട് പോകുകയാണ്. നസ്രസിലെ സിനഗോഗിന്റെ തലവനും വേറെ ചില ആളുകളും അടുത്ത സാബത്തിൽ സിനഗോഗിൽ പ്രസംഗിക്കുന്നതിന് അയാളെ ക്ഷണിക്കുന്നു. നീ ഇവിടെ 2 ആഴ്ചയായി ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളോട് നീ ദയ കാണിക്കുന്നതല്ലാതെ ഞങ്ങളെ വേറൊന്നും പഠിപ്പിച്ചില്ലല്ലോ. മറ്റു ചില ശ്രേഷ്ഠന്മാരുടെ കൂടെയായിരുന്ന തലവൻ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ മഹാനായ പുത്രന്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവന്റെ പ്രസംഗം നിങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അതും പ്രത്യേകിച്ച് യൂദയാക്കാരനായ ഒരുവൻ. യൂദാസ് മറുപടി നൽകി, നിന്റെ സംശയം ശരിയായിട്ടുള്ളതല്ല. അത് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ ക്ഷണിക്കുന്നത്. നീ ഒരു ശിഷ്യനും യൂദനുമാണ്. ശരി, പക്ഷേ ദേവാലയത്തിൻ്റെതുമാണല്ലോ. അതുകൊണ്ട് നിനക്ക് സംസാരിക്കാം. കാരണം ദേവാലയത്തിൽ നിയമങ്ങളുണ്ട്. ജോസഫിന്റെ മകൻ ഒരു മരപ്പണിക്കാരൻ മാത്രം. എന്നാൽ അവൻ മിശിഹായാണ്. അവൻ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അത് ശരിയാണോ? അതോ ബുദ്ധിഭ്രംശമാണോ? എന്നാൽ നസ്രസിലെ ആളുകളുടെ ഇടയിൽ അവന്റെ വിശുദ്ധി എന്താണ്? അവന്റെ വിശുദ്ധി. നസ്രസുകാരുടെ വിശ്വാസമില്ലായ്കയിൽ യൂദാസിന് ഇടർച്ചയുണ്ടാകുന്നു. അത് വലിയ കാര്യവും സത്യവുമാണ്. എന്നാൽ മിശിഹ ആയിരിക്കുന്നതിൽ പിന്നെ അവൻ എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായി സംസാരിക്കുന്നത്? കഠിനമായോ? ഇല്ല, അവൻ എൻ്റെ കാഴ്ചപ്പാടിൽ അത്ര കഠിനതയുള്ളവനല്ല. പിന്നെ അവൻ വളരെ ആത്മാർത്ഥതയുള്ളവനാണ്. ഒരു കുറ്റവും സ്പർശിക്കാതെ വിടുകയില്ല. കുറ്റാരോപണങ്ങളെ തള്ളിപ്പറയുന്നതിൽ ഒട്ടും മടിക്കുകയുമില്ല. ആളുകൾക്ക് അത് അത്ര ഇഷ്ടമാകുമോ? വേദന ഉളവാക്കുന്ന എന്തെങ്കിലും അവൻ പരാമർശിക്കും. അത് മുറിപ്പെടുത്തും. അവൻ്റെ പരിശുദ്ധി കൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. തീർച്ചയായും അത് മാത്രമാണ് കാരണം. ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈശോ, നീ നിന്റെ സൽപ്പേരിന് കളങ്കം വരുന്നുവെന്ന്. പക്ഷെ അവൻ എന്നെ ശ്രദ്ധിക്കാറില്ല. നിനക്ക് അവനെ വളരെ ഇഷ്ടമാണ്. നീ അറിവുള്ളവൻ ആയതുകൊണ്ട് അവനെ നയിക്കാൻ കഴിയും. ഓ, അത്ര അറിവില്ല. എന്നാൽ പ്രായോഗിക ജ്ഞാനമുണ്ട്. ഞാൻ ദേവാലയ മനുഷ്യനാണ്. നിങ്ങൾക്ക് അതറിയാമല്ലോ. ആചാരങ്ങളെക്കുറിച്ച് എനിക്കറിയാം.
എനിക്ക് സ്നേഹിതന്മാരുണ്ട്. അന്നാസിൻ്റെ മകൻ ഒരു സഹോദരനെ പോലെയാണ്. സാൻഹെദ്രിനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കേണ്ടതുണ്ടെങ്കിൽ എന്നോട് പറയൂ. മേരി അത്താഴത്തിന് എന്നെ കാത്തിരിക്കുന്നതിനാൽ ഇപ്പോൾ ഞാൻ അവൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കട്ടെ. പിന്നീട് വരിക. എൻ്റെ മട്ടുപ്പാവിൽ നല്ല തണുപ്പാണ്. അവിടെ ധാരാളം സ്നേഹിതന്മാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദാസ് വീട്ടിലേക്ക് പോകുന്നു. സിനഗോഗിലെ തലവന്മാരാലും ഗ്രാമത്തിലെ ശ്രേഷ്ഠന്മാരാലും തടഞ്ഞു നിർത്തപ്പെട്ടത് മൂലം താമസിച്ചതിന് മേരിയോട് ക്ഷമാപണം ചെയ്തു. സാബത്തിൽ ഞാൻ പ്രസംഗിക്കണമെന്ന് അവർ എന്നോട് ആവശ്യപ്പെടുന്നു. ഗുരു എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല. അമ്മേ, നീ എന്ത് പറയുന്നു? നീ എന്നെ നയിക്കുക. സിനഗോഗിലെ തലവനോട് സംസാരിക്കാനോ അതോ സിനഗോഗിനോട് സംസാരിക്കാനോ? രണ്ടു കൂട്ടരോടും. എനിക്ക് അവരിൽ ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ല. കാരണം അവർ ഈശോയ്ക്ക് എതിരാണ്. തന്നെയുമല്ല, അവൻ മാത്രമാണ് ന്യായപ്രകാരം സംസാരിക്കേണ്ട ഗുരു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ദൈവദോഷമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അവർ വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. അത്താഴം കഴിഞ്ഞ് ഞാൻ ചെല്ലണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെല്ലാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു. ഗുരുവിനോട് അവർക്കുള്ള എതിർ മനോഭാവത്തിന് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നീ കരുതുന്നുവെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പോയി അവരോട് സംസാരിക്കാം. ക്ഷമയോടെ, എനിക്ക് ആവും വിധം നന്നായി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. കാരണം അവരോട് കാഠിന്യം കാണിച്ചാൽ കാര്യങ്ങൾ വഷളാകുകയേ ഉള്ളൂ. എസ്തരലോണിൽ ഞാൻ ചെയ്ത തെറ്റ് ആവർത്തിക്കുകയില്ല. ഗുരുവിന് വല്ലാത്ത വിഷമമുണ്ടായി. എന്നോട് ഒന്നും പറഞ്ഞില്ല. എങ്കിലും എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അത് ചെയ്യുകയില്ല. എന്നാൽ ഈശോ മിശിഹായാണെന്നും അങ്ങനെ വിശ്വസിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയ ശേഷം നസ്രത്ത് വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മേശയ്ക്കരികിൽ ഈശോയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മേരി നൽകിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം പറയുന്നത്. ഒരമ്മയെപ്പോലെ ശുശ്രൂഷിക്കുന്ന മേരിയുടെ മുമ്പിൽ അയാൾ അങ്ങനെ ഇരിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നസ്രത്ത് സത്യം മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യം. നിന്നെ ഞാൻ പിന്തിരിപ്പിക്കുന്നില്ല. നിനക്ക് പോകാം. ഈശോ സ്നേഹത്തിന് അർഹനാണോ എന്ന് നിന്നേക്കാൾ നന്നായി മറ്റാർക്കും പറയാൻ കഴിയില്ല. അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെ ആദരിച്ച് പറഞ്ഞുകൊണ്ടും സാധിക്കുമ്പോഴെല്ലാം നിന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അവൻ അത് പ്രകടമാക്കുന്നുണ്ട്. ആ പരിഗണനയെല്ലാം നല്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവനെ ബഹുമാനിക്കാൻ നിനക്ക് പ്രേരണയായി തീരട്ടെ. മേരി മറുപടി നൽകി. അത്താഴം വേഗം കഴിഞ്ഞു. ഇരുട്ടുന്നതിന് മുമ്പ് യൂദാസ് തോട്ടം നനയ്ക്കുകയാണ്. മേരി ഉണക്കാൻ തൂക്കിയിട്ടിരുന്ന വസ്ത്രങ്ങൾ മട്ടുപ്പാവിൽ നിന്ന് എടുത്ത് മടക്കി വയ്ക്കുന്ന ശ്രദ്ധയിൽ മുഴുകിയിരിക്കുന്നു. ഈ സമയത്ത് യൂദാസ് വെളിയിലേക്ക് ഇറങ്ങി. ക്ലോപ്പാസിന്റെ മേരിയുടെ വീട്ടുപടിക്കൽ നിന്ന് സംസാരിക്കുന്ന മേരിയെയും സാറായുടെ ഭർത്താവ് അൽഫേയൂസിനെയും അഭിവാദ്യം ചെയ്ത ശേഷം അവൻ നേരെ സിനഗോഗ് തലവന്റെ വീട്ടിലേക്ക് പോകുന്നു. കർത്താവിന്റെ 2 സഹോദരന്മാർ 6 മൂപ്പന്മാരുടെ കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. വളരെ ആഘോഷമായി പരസ്പരം അഭിവാദനം ചെയ്ത ശേഷം കുഷ്യനിട്ടിട്ടുള്ള കസേരകളിൽ ഗൗരവത്തോടെ എല്ലാവരും ഇരുന്നു. തണുത്ത തുളസി വെള്ളം കുടിച്ച് ക്ഷീണം തീർക്കുകയാണ്. വെള്ളം വച്ചിരിക്കുന്ന പാത്രത്തിന്റെ പുറത്ത് ജലകണങ്ങൾ കാണുന്നതുകൊണ്ട് പാനീയം വളരെ തണുപ്പുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. നീ വരാമെന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ചെറുപ്പമല്ലേ, അല്പം വിശ്രമം നിനക്ക് നല്ലതാണ്. സർവ്വശ്രദ്ധയും യൂദാസിന് നൽകൂ, സിനഗോഗ് തലവൻ പറയുന്നു. നിങ്ങളെ അസഹ്യപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് ഞാൻ നേരത്തെ വരാതിരുന്നത്. നിങ്ങൾക്ക് ഈശോയോടും അവൻ്റെ അനുയായികളോടും അവജ്ഞയാണെന്ന് എനിക്കറിയാം. അവജ്ഞയോ? ഇല്ല, സംശയം. അവൻ്റെ വാക്ക് നമുക്ക് അത് അംഗീകരിക്കുക തന്നെ ചെയ്യാം. വളരെ പരുക്കൻ സത്യം. പൗരുഷമായി സത്യം പറയുന്നത് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഞങ്ങൾ കരുതിയിരുന്നത് നിനക്ക് ഞങ്ങളോട് അവജ്ഞയാണെന്നാണ്. അതിനാലാണ് ഞങ്ങൾ നിന്നെ ക്ഷണിക്കാതിരുന്നത്. എനിക്ക് നിങ്ങളോട് അവജ്ഞയോ? ഞാൻ നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നു.
തീർച്ചയായും അവസാനം നിങ്ങളും അവനും രമ്യതയിലാകും. എനിക്കുറപ്പുണ്ട്. കാരണം നിങ്ങൾക്കും അവനും അതൊരാവശ്യമാണ്. അവന് ഇതാവശ്യമാണെന്നും പറഞ്ഞത് എല്ലാവരെയും അവന് നേടണമല്ലോ. കാരണം മിശിഹായുടെ ശത്രുക്കളായി പരിഗണിക്കപ്പെടുന്നത് നിങ്ങൾക്കും നന്നല്ല. അവൻ യഥാർത്ഥത്തിൽ മിശിഹായാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അൽഫയൂസിന്റെ മകൻ ജോസഫ് ചോദിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന രാജകീയ പ്രഭാവമൊന്നും അവനില്ല. ഒരുപക്ഷെ ഒരു ആശാരിയായി മാത്രം നമ്മൾ അവനെ ഓർമ്മിക്കുന്നതുകൊണ്ടായിരിക്കും. എന്നാൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട വിമോചന രാജാവ് എവിടെ? ദാവീദും ഒരു ചെറിയ ആട്ടിടയനായി മാത്രമാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാലും ദാവീദിനേക്കാൾ വലിയ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല എന്നും നിനക്കറിയാം. സോളമൻ അവന്റെ സർവ്വപ്രതാപത്തിലും ദാവീദിനോടും ശ്രേഷ്ഠനായില്ല. കാരണം എന്തു പറഞ്ഞാലും ദാവീദ് തുടങ്ങിവച്ച കാര്യങ്ങൾ സോളമൻ തുടർന്ന് ചെയ്യുക മാത്രമായിരുന്നു. ദാവീദിനെ പോലെ അത്ര ദൈവിക പ്രചോദനം ലഭിച്ചവനല്ലായിരുന്നു. ദാവീദിന്റെ വ്യക്തിത്വത്തെ ഒന്ന് പരിഗണിക്കൂ. അവന്റെ രാജ്യത്വം മിക്കവാറും സ്വർഗത്തേക്കാൾ തന്നെ ഉയരുന്നില്ലേ? ക്രിസ്തുവിന്റെ രാജ്യത്വത്തെക്കുറിച്ച് ഒട്ടും സംശയിക്കേണ്ട. അവന്റെ വംശാവലി നോക്കിയാൽ മതിയല്ലോ. ദാവീദ് രാജാവ് ആട്ടിടയനുമായിരുന്നു. കൂടുതൽ സത്യമായി പറഞ്ഞാൽ ആട്ടിടയനും രാജാവുമായിരുന്നു. ഈശോ രാജാവും ആശാരിയുമാണ്. അല്ല, ആശാരിയും രാജാവുമാണെന്ന് പറയുകയാണ് കൂടുതൽ നല്ലത്. നീ ഒരു റബ്ബിയെപ്പോലെ സംസാരിക്കുന്നല്ലോ. നീ ദേവാലയത്തിൽ വളർന്നവനാണെന്ന് വേഗം മനസ്സിലാക്കാൻ കഴിയും. സിനഗോഗിന്റെ തലവൻ പറയുന്നു. സിനഗോഗ് തലവനായ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം സാധിക്കുന്നതിന് സൻഹെദ്രീന്റെ സഹായം ആവശ്യമാണെന്ന് അവരെ അറിയിക്കാമോ? എന്താ? തീർച്ചയായും സാധിക്കും. ഏലിയാസറിനോടാണോ പറയേണ്ടത്? ചിന്തിച്ചു നോക്കിക്കേ. പിന്നെ ഒരു വലിയ ജോസഫ്, അറിഞ്ഞുകൂടെ? അരിമത്യാക്കാരൻ, ധനാഢ്യനായ ജോസഫ്, പിന്നെ നിയമജ്ഞനായ സാദോക്ക്. പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിനക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. കൊള്ളാം. നാളെ നീ എൻ്റെ അതിഥിയായി വരിക. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിന്റെ അതിഥിയോ? ഇല്ല, എനിക്ക് മേരിയെ വിട്ടുപോരാൻ സാധിക്കുകയില്ല. വിശുദ്ധയും ദുഃഖിതയുമായ സ്ത്രീ. ഞാൻ ഇവിടെ വന്നത് തന്നെ അവളുടെ കൂടെ ആയിരിക്കുന്നതിനാണ്. ഞങ്ങളുടെ ബന്ധുവിന് എന്തു പറ്റിയെന്നാണ് പറയുന്നത്? അവൾ ദരിദ്രയാണെങ്കിലും ആരോഗ്യമുള്ളവളും സന്തോഷവതിയുമാണെന്ന് ഞങ്ങൾക്കറിയാം. അൽഫേയൂസിന്റെ മകൻ സൈമൺ പറയുന്നു. ശരിയാണ്, ഞങ്ങൾ ഒരിക്കലും അവളെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അമ്മ എപ്പോഴും അവളുടെ കൂടെയുണ്ട്. എൻ്റെ ഭാര്യയും ഞാനുമുണ്ട്. മകന്റെ അടുത്ത് അവൾക്കുള്ള ബലഹീനത ക്ഷമിക്കാൻ പാടില്ലാത്തതാണെങ്കിലും ഞങ്ങൾ അവളെ ഉപേക്ഷിക്കുന്നില്ല. എൻ്റെ അപ്പനെ ദുഃഖിപ്പിച്ചതും ക്ഷമിക്കാൻ പറ്റുകയില്ല. കാരണം ഈശോ നിമിത്തമാണ് അപ്പൻ്റെ മരണസമയത്ത് ഞങ്ങൾ 2 പുത്രന്മാർ മാത്രം അപ്പൻ്റെ അരികിൽ ഉണ്ടാകാനിടയായത്. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്നത് ശരിയല്ലല്ലോ. നെടുനിശ്വാസത്തോടെ അൽഫയൂസിന്റെ മകൻ ജോസഫ് പറയുന്നു. നീ പറഞ്ഞത് ശരിയാണ്. ആ വക കാര്യങ്ങളെല്ലാം താണസ്വരത്തിൽ അടുത്ത സ്നേഹിതരോട് മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ. പല ബുദ്ധിമുട്ടുകളും അങ്ങനെയാണ് പങ്കുവയ്ക്കേണ്ടത്. ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് തന്നെയും ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അവയെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. നേരെ മറിച്ച് അവയെക്കുറിച്ച് സംസാരിക്കുകയാണ് വേണ്ടത്. വിഷമത്തിന് കാര്യം എന്താണ്? അവന്റെ പെരുമാറ്റ രീതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അവന്റെ ബന്ധുക്കളാണ്. അതിനാൽ അവന്റെ ശത്രുക്കൾക്കെതിരെ അവനോടൊന്നിച്ചു നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തുറന്നു പറയൂ. ജോസഫ് വീണ്ടും പറയുന്നു. ബുദ്ധിമുട്ടോ? ഏയ്, ഞാൻ പറയുകയായിരുന്നു ഒരു ശിഷ്യന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. സ്നേഹിതരെയും ശത്രുക്കളോടുള്ള ഗുരുവിന്റെ പെരുമാറ്റ നിമിത്തം അവൻ തനിക്ക് തന്നെ ഉപദ്രവം ചെയ്യുന്നതും അവൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് കാണുന്നതും ഒരു ശിഷ്യന് വേദനാജനകമാണ്. നിങ്ങളെല്ലാവരും അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ തന്നെ പറഞ്ഞു അവന്റെ പെരുമാറ്റം അങ്ങനെയുള്ളതാണെന്ന്. അവൻ അമ്മയോടൊത്ത് നസ്രസിൽ താമസിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. ഇപ്പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സിനഗോഗ് തലവൻ പറയുന്നു. അവരെല്ലാം അത് സമ്മതിച്ചു.
മുൻകൊല്ലങ്ങളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന മൗനം, ശാന്തത, ഒളിക്കപ്പെട്ട ജീവിതം എന്നിവയെക്കുറിച്ചെല്ലാം വളരെ സ്തുതിയായിട്ട് എല്ലാവരും പറഞ്ഞു. ആരും വിചാരിച്ചു അവൻ ഇതുപോലെയായി തീരുമെന്ന്. അന്നെല്ലാം അവൻ വീടിനോടും ബന്ധുക്കളോടും വളരെ കാര്യമായി താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ അതിനും കൂടെ പകരമായി ഇപ്പോൾ ഒരു മുതിർന്ന നസ്രായൻ പറയുന്നു, പാവം സ്ത്രീ. കൊള്ളാം, നിനക്കെന്തോ അറിയാം, അത് ഞങ്ങളോട് പറയുക, ജോസഫ് ഉച്ചത്തിൽ പറയുന്നു. നിങ്ങൾക്കറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെയാക്കിയിരിക്കുന്നത് അവൾക്ക് സന്തോഷമാണെന്ന് നിങ്ങൾ കരുതുന്നോ? നിന്റെ അപ്പനെ പോലെ ജോസഫ് ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. വേറൊരു പ്രധാന നസ്രായൻ വികാരവായ്പോടെ പറയുന്നു. ഏയ് മനുഷ്യ, അങ്ങനെ കരുതേണ്ട. സംഗതി ഇങ്ങനെയൊക്കെ തന്നെ ആകുമായിരുന്നുള്ളൂ. ഒരു ചിന്ത തലയിൽ കയറിയാൽ പിന്നെ. യൂദാസ് പ്രതികരിച്ചു. ഒരു ഭൃത്യൻ ഏതാനും വിളക്കുകൾ കൊണ്ടുവന്ന് മേശയിൽ വച്ചു. ചന്ദ്രികയില്ലാത്ത രാത്രി. നക്ഷത്രങ്ങൾ ധാരാളമുണ്ടെങ്കിലും പ്രകാശം കിട്ടുകയില്ലല്ലോ. വീണ്ടും പാനീയങ്ങൾ കൊണ്ടുവന്നു. സിനഗോഗ് തലവൻ ഉടനെ തന്നെ യൂദാസിന് പകർന്നു കൊടുത്തു. വളരെ നന്ദി, എനിക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല. മേരിയുടെ അടുക്കിലേക്ക് പോകണം. എഴുന്നേറ്റുകൊണ്ട് യൂദാസ് പറയുന്നു. അൽഫേയൂസിന്റെ 2 പുത്രന്മാരും ഒപ്പം എഴുന്നേറ്റു. ഞങ്ങളും നിന്നോടുകൂടെ വരികയാണ്. ആ വഴിക്ക് തന്നെയാണ് ഞങ്ങളും പോകുന്നത്. പരസ്പരമുള്ള അഭിവാദ്യങ്ങൾക്ക് ശേഷം അവർ പുറത്തിറങ്ങി. മൂപ്പന്മാർ 6 പേരും സിനഗോഗ് തലവന്റെ കൂടെയുണ്ട്. വഴികളെല്ലാം വിജനമായി. എല്ലായിടത്തും നിശബ്ദത. മട്ടുപ്പാവുകളിൽ ഇരിക്കുന്നവർ താഴ്ന്ന സ്വരത്തിൽ ഗൗരവമായി സംസാരിക്കുന്നത് കേൾക്കാം. കുട്ടികളെല്ലാം ഉറക്കം പിടിച്ചു. പക്ഷികൾ ചിലയ്ക്കുന്നത് പോലെയുള്ള അവരുടെ നേരിയ സ്വരങ്ങളൊന്നും ഒരിടത്തും കേൾക്കുന്നില്ല. സമ്പന്നന്മാരുടെ വീടുകളുടെ മട്ടുപ്പാവിൽ എണ്ണവിളക്കുകൾ കത്തുന്നുണ്ട്. താഴ്ന്ന സ്വരത്തിൽ ആളുകളുടെ സംസാരവും. അൽഫേയൂസിന്റെ പുത്രന്മാരും യൂദാസും ഒന്നും സംസാരിക്കാതെ കുറച്ചു സമയം നടക്കുന്നു. പിന്നീട് ജോസഫ് യൂദാസിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കൂ, മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് അപരിചിതരുടെ സാന്നിധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കാത്ത എന്തോ കാര്യങ്ങളെല്ലാം നിനക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇപ്പോൾ നീ അതെന്നോട് പറയണം. ഞാനാണ് ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ. എല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ളത് എൻ്റെ അവകാശവും കടമയുമാണ്. ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിന്നോട് പറയാനും അങ്ങനെ ഗുരുവിനെയും മേരിയെയും നിന്റെ സഹോദരന്മാരെയും നിങ്ങളുടെ സൽകീർത്തിയെയും സംരക്ഷിക്കുവാനുമാണ്. ഇത് പറയുന്നതും കേൾക്കുന്നതും വേദനാജനകം തന്നെ, ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും. കാരണം ഇത് ചാരവൃത്തി നടത്തുന്നത് പോലെയല്ലേ. എന്നെ ശരിയായി മനസ്സിലാക്കണമേ. ഇത് ചാരവൃത്തിയല്ല. ഇത് സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു പ്രവൃത്തിയാണ്. എനിക്ക് പല കാര്യങ്ങളും അറിയാം. നിങ്ങൾക്കും അവ അറിവുള്ളതാണ്. ദേവാലയത്തിലെ എൻ്റെ സ്നേഹിതർ എന്നോട് പറഞ്ഞു, അതെല്ലാം ഈശോയ്ക്ക് അപകടമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. കുടുംബത്തിൻ്റെ സൽപ്പേരിനും ഉപദ്രവം ചെയ്യും. ഗുരുവിനെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ വിജയിച്ചില്ല. നേരെ മറിച്ച് ഞാൻ അവനെ കൂടുതൽ കൂടുതൽ വെറുക്കാനും ഇടയാക്കുന്നു. ഇതിൻ്റെ കാരണം അവൻ്റെ വളരെയധികമായ പരിശുദ്ധിയാണ്. തന്മൂലം ലോകം എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ നല്ല കാര്യങ്ങൾ അവയുടെ സ്ഥാപകന്റെ തന്നെ ശ്രദ്ധയില്ലായ്ക നിമിത്തം നശിച്ചു പോകുന്നത് കാണുന്നത് തന്നെ വിഷമം. തീർച്ചയായും. പക്ഷേ വിവേകമില്ലാതെ അവന്റെ ദൗത്യത്തിനെതിരായി പ്രവർത്തിക്കുക എന്നത് അസാധ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈശോയെ സ്നേഹിക്കുന്ന ഇതുപോലെ കരുണയുള്ള ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞാലോ? കണ്ടോ, നിന്റെ സ്വഭാവം കണ്ടോ? നീ എപ്പോഴും ഇങ്ങനെയാ, തീരുമാനമില്ല, ചാഞ്ചല്യം. കാര്യത്തോടടുത്തു വരുമ്പോൾ നീ എന്നെ ഒറ്റയ്ക്കാക്കുന്നു. കുടുംബം മുഴുവൻ എനിക്കെതിരായി. നമ്മുടെ സൽപ്പേരിനെക്കുറിച്ച് നിനക്കൊരു പരിഗണനയുമില്ല. സ്വയം നശിപ്പിക്കുന്ന നമ്മുടെ സഹോദരനെക്കുറിച്ചും നിനക്ക് ചിന്തയില്ല. ഇല്ല, അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നില്ല. അവൻ ചെയ്യുന്നത് അവനെ തന്നെ ഉപദ്രവമേൽപ്പിക്കുകയാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. സൈമൺ ഉത്കണ്ഠ നിമിത്തം മൗനം പാലിക്കുകയാണ്.
ജോസഫ് നിർബന്ധിച്ച് പറയുന്നു. എല്ലാം തുറന്നു പറയൂ. ഞാൻ പറയാം. എന്നാൽ ഇതൊന്നും ഈശോയോട് പറയുകയില്ലെന്ന് ഉറപ്പു വേണം. ആണയിട്ട് ശപഥം ചെയ്യണം. തിരശ്ശീലയെ കൊണ്ട് ഞങ്ങൾ ആണയിട്ട് സത്യം ചെയ്യുന്നു. എല്ലാം പറയൂ. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അമ്മയോട് പറയരുത്. നിങ്ങളുടെ സഹോദരന്മാരോടും ഒട്ടും പറയരുത്. ഞങ്ങൾ മൗനം പാലിക്കുമെന്ന് നിനക്ക് ഉറപ്പു തരുന്നു. മേരിയോടും പറയരുത്. അവളെ വേദനിപ്പിക്കരുത്. അമ്മയുടെ സമാധാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഞാനും മൗനം അവലംബിച്ചുകൊണ്ട് അതാണ് ചെയ്യുന്നത്. ഞങ്ങൾ യാതൊന്നും ഒരുത്തരോടും പറയില്ല. അതിന് ഞാൻ ആണയിട്ട് ശപഥം ചെയ്യുന്നു. കൊള്ളാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഫരിസേയരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും ഈശോ പുറംജാതികളെയും ചുങ്കക്കാരെയും വേശ്യകളെയും അടുപ്പിക്കുന്നതിൽ ഇടർച്ചയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അത് പോരാഞ്ഞ് ഇപ്പോൾ അവൻ ഏറ്റവും ബുദ്ധിഹീനമായ വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നോർത്തു നോക്കിക്കേ. ഞങ്ങൾ ഫിലിസ്തീയ പ്രദേശത്തായിരുന്നപ്പോൾ അവൻ കറുത്ത കോലാട്ടിൻകൊറ്റനെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ കൊണ്ടു നടന്നു. ഇപ്പോൾ ഇതാ ഒരു ഫിലിസ്തീനെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരാൺകുട്ടി. എന്തെല്ലാം അഭിപ്രായങ്ങളാണ് അതേ ചൊല്ലി ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രീക്കുകാരി പെൺകുട്ടിയെ സ്വീകരിച്ചു. റോമാക്കാരനായ അവളുടെ യജമാനനിൽ നിന്ന് ഒളിച്ചോടിയ ഒരടിമ. നമ്മുടെ അറിയപ്പെട്ട ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായതാണ് അവൻ്റെ പ്രസംഗങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് തോന്നും. അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നു. ഫിലിസ്തീയയിൽ വച്ച് മന്ത്രവാദികൾ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അതിൽ കയറി ഇടപെട്ട് അവരോട് മുഖാമുഖം മത്സരിച്ചു. അവൻ അവരെ പരാജയപ്പെടുത്തി. പക്ഷേ നിയമജ്ഞരും പ്രീശരും അവനെ വെറുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക? നിങ്ങൾ അതിൽ ഇടപെട്ട് നിർത്തിക്കണം. ഇത് ഗൗരവമുള്ള സംഗതിയാണ്, വളരെ ഗൗരവമുള്ളത്. പക്ഷെ നമുക്കെങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ ഇവിടെയല്ലേ. ഇപ്പോഴും നമുക്ക് എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇതിൽ ഇടപെട്ട് അവനെ തടഞ്ഞു നിർത്തേണ്ടത് നിന്റെ ചുമതലയാണ്. അവൻ്റെ അമ്മയല്ലേ, വളരെ നല്ലവൾ. നീ അവനെ ഉപേക്ഷിച്ചിട്ട് വിട്ടുകളയരുത്. അവൻ്റെയും ലോകത്തിൻ്റെയും നന്മയ്ക്കായി അത് ചെയ്യണം. അതുപോലെ തന്നെ അവൻ്റെ നിരന്തരമായ ബാധ ഒഴിപ്പിക്കൽ അവന് ബേൽസെബൂബിൻ്റെ സഹായമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജനക്കൂട്ടം അവനെ പരിഹസിക്കുന്നു. അവൻ അവർക്ക് ഇടർച്ച നൽകുന്നു. ഇങ്ങനെയായാൽ അവൻ ഏത് തരത്തിലുള്ള രാജാവായി തീരാനാണ് പോകുന്നത്? പക്ഷേ അവൻ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളത് ചെയ്യുന്നുണ്ടോ? സൈമൺ ചോദിക്കുന്നു. നീ തന്നെ അവനോട് ചോദിക്കൂ. അവൻ ചെയ്യുന്നത് നിന്നോട് പറയും. കാരണം അവൻ അഭിമാനമാണ്. അതേക്കുറിച്ച് സ്വയം സ്തുതിച്ചു പോലും അവൻ പറയുന്നുണ്ട്. നീ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. എന്തെങ്കിലും പുതുതായി കണ്ടാൽ ഞാൻ വിവരം അറിയിക്കാം. എന്നാൽ ദയവായി ആരോടും ഒറ്റ വാക്ക് പോലും പറയരുത്. ഞങ്ങൾ ആണയിട്ട് പറഞ്ഞല്ലോ. നീ എപ്പോഴാണ് പോകുന്നത്? സാബത്ത് കഴിഞ്ഞ് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ചുമതല നിറവേറ്റി. അതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഏയ്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവന് മാറ്റമുണ്ടായി എന്ന്? എന്നാൽ സഹോദര, നീ എന്നെ വിശ്വസിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അൽഫയൂസിന്റെ മകൻ ജോസഫ് പറയുന്നു. എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുകയില്ല. യൂദാസും ജെയിംസും അത്ര വിട്ടികളല്ല. എന്തുകൊണ്ടാണ് അവർ നമ്മോട് ഒന്നും പറയാത്തത്? ഇങ്ങനെയെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഒന്നും ചെയ്യാത്തത്? സൈമൺ പറയുന്നു. മനുഷ്യ, എൻ്റെ വാക്കുകൾ വിശ്വസിക്കാതെ എന്നെ നിന്ദിക്കുമോ നീ? നീരസത്തോടെ യൂദാസ് മറുപടി നൽകുകയായി. ഇല്ല, എന്നാൽ അത് മതി. ഞാൻ തന്നെ നേരിട്ട് കണ്ടാൽ ഞാൻ വിശ്വസിക്കാം. എന്നോട് ക്ഷമിക്കുക. ശരി, നീ വേഗം തന്നെ ഇതെല്ലാം കാണും. പിന്നീട് നീ എന്നോട് പറയും, അന്ന് നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. കൊള്ളാം, ഇതാ നിങ്ങളുടെ വീട്. ഞാൻ പോകുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദാസേ, ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കൂ, ഇതേപ്പറ്റി വേറെ ആരോടും നീ പറയരുത്. നമ്മുടെ സൽപ്പേര് കാത്തു സൂക്ഷിക്കണം.
കുഴിമാടം പോലെ ഞാൻ മൗനം പാലിക്കും. യൂദാസ് വേഗം നടന്ന് വീട്ടിൽ പ്രവേശിച്ച് മട്ടുപ്പാവിലെത്തി. മേരി കൈകൾ മടിയിൽ വച്ച് നക്ഷത്രനിബിഡമായ ആകാശത്തെ നോക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറുന്നതിന് നടകൾ കാണാൻ യൂദാസ് കത്തിച്ച വിളക്കിന്റെ ചെറിയ വെളിച്ചത്തിൽ മേരിയുടെ കവിൾത്തടങ്ങളിൽ കണ്ണീർ തിളങ്ങുന്നത് കാണാം. അമ്മേ, നീ എന്തിനാണ് കരയുന്നത്? യൂദാസ് ഉത്കണ്ഠയോടെ ചോദിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ കെണികൾ ഈ ലോകത്തിലുണ്ട്. എൻ്റെ ഈശോയെ ഉദ്ദേശിച്ച് വച്ചിരിക്കുന്ന കെണികൾ. യൂദാസ് അവളെ സൂക്ഷിച്ചു നോക്കി. അയാൾ പതറുന്നു. എന്നാൽ അവൾ കാരുണ്യപൂർവ്വം പറയുന്നു, പക്ഷേ അവൻ്റെ ശിഷ്യർ എനിക്ക് സമാധാനം നൽകുന്നുണ്ട്. എൻ്റെ ഈശോയെ സ്നേഹിക്കുക, അവനെ സ്നേഹിക്കുക. യൂദാസെ, നീ ഇവിടെ നിൽക്കുന്നോ? ഞാൻ താഴെ എൻ്റെ മുറിയിലേക്ക് പോകുകയാണ്. നാളത്തേക്കുള്ള അപ്പത്തിന് മാവ് കുഴച്ചു വച്ച ശേഷം ക്ലോപ്പാസിൻ്റെ മേരി കിടക്കാൻ പോയി കഴിഞ്ഞു. അതെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെ എത്ര മനോഹരമായിരിക്കുന്നു. യൂദാസെ, നിനക്ക് സമാധാനം. മേരി, സമാധാനം നിന്നോടുകൂടെ.